സബ്സ്ക്രൈബേഴ്സിന് എന്റെ കളക്ഷനാണ് ഷോക്കേസിലുള്ള പിന്നെ ക്ലാസ്സുകൾ ഇത് അതിഥികൾ മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ക്ലാസ് ഇല്ലാതെ പാട്ടുകൊണ്ട് കുടിച്ചാലും ക്ലാസ്സും പാത്രമൊന്നും എടുക്കാൻ പറ്റില്ല. അത് ആളുകൾ വരുമ്പോ കഴിഞ്ഞു. കാണാത്തവരെല്ലാവരും കാണണം. ബെൽ ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അതെന്താപ്പോൾ എന്നുമില്ലാത്തൊരു ഫാമിലി വ്ളോഗ്, അങ്ങനെ ഒരു പറച്ചിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോ? ഇന്നത്തേത് ഒരു ഫാമിലി വ്ളോഗ് തന്നെയാണ്. നമ്മളെ വീട്ടിൽ നിന്നൊരു സൽക്കാരം നടക്കുകയാണ്. മുഴുവൻ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ നല്ല മഞ്ഞായതുകൊണ്ട് അപ്പൂസിനതാ ഈ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫനു അപ്പൂസും ടോം ആൻഡ് ജെറിയാണ്. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് പൊറോട്ട വാങ്ങാൻ പോയതായിരുന്നു ഫനു. ആ സമയത്ത് തന്നെ സൽക്കാരത്തിനുള്ള ബീഫൊക്കെ കൊടുന്നിട്ട് ഉപ്പ ബീഫൊക്കെ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അതുമ്പോൾ നമുക്ക് പണികൾ തുടങ്ങാനുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞതാ ഒന്ന് വിശ്രമിക്കുന്ന ഇടയിൽ ഉമ്മ അവിടെ ബീഫ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചതിൻ്റെ പുറത്തേ ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കനും എടുത്തിട്ട് നല്ലോണം കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഇന്നത്തേക്ക് ഒന്നും കൂടി സ്പെഷ്യൽ ടേസ്റ്റ് തോന്നിയിട്ടോ. എനിക്ക് പൊറോട്ട ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്നാലും ആ നെയ്ച്ചോറും കൂടെ കഴിക്കണം തോന്നി കഴിച്ചു. എന്നോട് പറഞ്ഞേ ഈ ഒന്നും എടുക്കണ്ട, ഈ ആ കുട്ടികളെ കാര്യം ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പിന്നീടാണ് എനിക്ക് അതിലുള്ളൊരു ചതി മനസ്സിലായത്. അവിടെയുള്ള മൊത്തം പണിയെടുക്കായിരുന്നു ഇതിലാറോ നല്ല. അവിടെ ഉണ്ടായിരുന്നേ കുറച്ച് മരങ്ങളിലെ കൊമ്പൊക്കെ വെട്ടിയിട്ട് അകത്ത് വന്ന് കുട്ടികൾക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ടോ. അനി നല്ല പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കുടിച്ചതാ ഉമ്മാൻ്റെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഉമ്മ ബിരിയാണിക്കുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൂസിനെയും ഇവനെയും ഞാൻ ഈ സ്റ്റോർ റൂമിൽ ഒതുക്കി. അവിടെയുള്ള മുട്ടായിക്കാണ് ചാടണത്. അകത്തുനിന്ന് ഉള്ളി വാട്ടലും പിന്നെ ഉള്ളി അരിയലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പുറത്ത് വേഗം വെള്ളം തളിച്ചിട്ടാൻ വേണ്ടിയിട്ട് പുറത്താണ് അടുപ്പുണ്ടാക്കിയത്. ഇവിടെ അതാ ബാമ്പു ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ജൂജുവിന് മദ്രസയിൽ എക്സാം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഫുഡ് കഴിക്കാനാവുമ്പോഴേക്ക് വന്നാൽ മതി, ഇതൊക്കെ ഞാനിവിടെ റെഡി ആക്കിക്കോളാം എന്ന് പറഞ്ഞു. കുട്ടികൾ ഇതാ ഇവിടെ നല്ല കളിയാണ്. ചെറിയ അപ്പൂനെ ഇട്ടിട്ട് പഞ്ഞിക്ക് ഇടുകയാണ്. കിടന്നു കൊടുത്തിട്ടുണ്ട്, നല്ലോണം കിട്ടണമുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മധുഹൂത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി പിന്നെ അതേപോലെ മധുഹൂത്താണ് നമ്മളന്ന് പരിപാടിക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഉമ്മാൻ്റെ ബിരിയാണി ഇത് അവിടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുമാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്താ ഇപ്പോൾ 2 ചെമ്പിൽ ബിരിയാണി വേണമെങ്കിലേ തിളപ്പിച്ച് ഊറ്റിയപ്പോൾ 2 ഇട്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ അതാവും. ഞാൻ ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ മാത്രം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വലിയ ഐഡിയ കിട്ടാത്തത് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ബിരിയാണി. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തും കൂടി എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ബിരിയാണി സ്പെഷ്യലാട്ടോ, നല്ല ടേസ്റ്റ് തന്നെ. പിന്നെ അതിൽ നല്ല നെയ്യിൻ്റെ ഒരു കണ്ടൻറ്റ് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. ഫുഡൊക്കെ റെഡി ആകുന്നതിൻ്റെ ഇടയിൽ അപ്പൂസ് ഫുഡൊക്കെ കഴിച്ചതാ അവിടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ നല്ല തകൃതിയായിട്ടുള്ള പരിപാടിയിലാണ്. ആ സമയത്താണ് സോണിയും അതിനും ഇവിടെ വേറെ പരിപാടി ഒപ്പിക്കുന്നത്. അത് കണ്ടോ. ഞാൻ പപ്പാസ് ഏഞ്ചൽ നോക്കാണ്. എൻ്റെ കളക്ഷനാണ് ഷോക്കേസിലുള്ള പിന്നെ ക്ലാസ്സുകൾ. ഇത് അതിഥികൾ വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ക്ലാസ് ഇല്ലാതെ പാട്ടുകൊണ്ട് കുടിച്ചാലും ക്ലാസ്സും പാത്രമൊന്നും എടുക്കാൻ പറ്റില്ല. അത് ആളുകൾ വരുമ്പോൾ ഇത് അപ്പനാണ്. പിന്നെ ഇത് വൈഫ്. ഇത് പിന്നെ ചെറിയ ഇതാണ് മാക്ക് പോരൊക്കെ ഉണ്ടാവുമ്പോ കുടിച്ചിട്ട് മരുന്ന്. 40 വെളിച്ചെണ്ണ. ഇത് കുടിച്ചാല് അപ്പൊ തന്നെ മാറും. ഇതാണ് എൻ്റെ അമ്മാന്റെ ഫോൺ. ഇതാണ് നല്ല ഫോണാണ്, പോക്കോന്റെ. ഇതാണ് ഹാഫ് പ്ലേറ്റ്. ഞങ്ങള് വിരുന്നാരൊക്കെ വരുമ്പോ എടുത്തിനാണ്. ഇല്ല, ഹാഫ് പ്ലേറ്റ്. ഇത് മണിക്കടലല്ല, സാധാ കടല. ഞങ്ങള് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് കണ്ട് വെറുതെ ഇങ്ങനെ കുറച്ചിരിക്കണ സാധനം. പിന്നെ സാധനത്തിന് ബില്ലാണ്. ബിരിയാണി 32 കഴിഞ്ഞു.
കാണാത്തവരെല്ലാവരും കാണണം. ബെൽ ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. തിരക്കിൻ്റെ ഇടയിൽ അവരെ തിരക്കിട്ട പരിപാടിയായിട്ടോ ഇതൊക്കെ. ഫുഡ് ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഗസ്റ്റ് എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കസിനാണ് ഒന്നുള്ളത് കേട്ടോ. അതായത് ഫിനിൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ അമ്മോൻ്റെ മോളാണ് ഫിനിൻ്റെ ഉമ്മ. ആ സമയത്തെ ഞാൻ അവർ ഫുഡ് അയക്കുന്ന ഇടയിൽ ഒരു കേക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ വലിയ ഏട്ടൻ്റെ, അതായത് ചെറിയപ്പൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ വെറുതെ ഒരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അങ്ങനെ ഇതാ എല്ലാവരും കഴിച്ച്, അതായത് ഫിനിൻ്റെ ഉമ്മയും എല്ലാവരും കഴിച്ചു. ഞങ്ങൾ കുറേ ആളുകൾ ഒരുമിച്ചിരുന്നു കേട്ടോ. ജോജൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്മളെ വീട്ടുകാർ തന്നെയാണ്, പുറമേ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കഴിച്ചിട്ടാണ് പിന്നെ എത്തിയത് കേട്ടോ. ഇക്കാക്ക് ഇന്ന് ഞാൻ നേരത്തെ വരുകൊണ്ടിന്ന് പ്രത്യേകം പറഞ്ഞതായിരുന്നു, പക്ഷെ ഇന്ന് വരാൻ പറ്റിയില്ല. ട്രിപ്പ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അത് പോവല്ലാതെ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക വന്നപ്പോൾ അപ്പൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനൊക്കെയും ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. പക്ഷേ ഈ ഒരു സമയത്ത് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഫാമിലിയിൽ എല്ലാവരും ഉള്ള ടൈമാണ്. മറ്റത് പിന്നെ ചെറിയ ബ്രദറും വൈഫും കുട്ടിയൊന്നും നാട്ടിലുണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും നാട്ടിലുള്ള സമയമല്ലേ, അതുകൊണ്ട് വെറുതെ ഒരു മധുരം, ഒരു സന്തോഷം എന്നുള്ള നിലക്കാണ് പിന്നെ ഈ ഒരു കേക്ക് വാങ്ങിയത്. ഇതിൻ്റെ വലിയ ഏട്ടനാണ് കേട്ടോ. പിന്നെ ഞാനും ഓനുള്ള ബോണ്ട് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ചെറിയ കുട്ടിയായപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ പെൺകുട്ടിയാണ്. ബാക്കിയുള്ളതൊക്കെ ബാക്കി 3 ആൺകുട്ടിയാണ്. അതായത് എനിക്ക് ഏട്ടന്മാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഏട്ടത്തില്ല അല്ലെങ്കിൽ ഒരു അനിയത്തില്ല എന്നുള്ള ഫീലൊക്കെ വരലുണ്ടോ ചോദിച്ചാൽ പിന്നെ പൂമോളും ഫെബിയും പിന്നെ നാത്തൂമാരൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് പലപ്പോഴും എനിക്ക് എന്തോ ഒരു പെട്ടെന്ന് കരച്ചിൽ വന്നാലും സന്തോഷം വന്നാലൊക്കെ പെട്ടെന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്ന ഒരാളെന്ന് പറയുന്നത് എനിക്ക് ചെറിയപ്പോഴാണ്. അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടോ, ഓന് ചെറുതായിരുന്നു, ഞാൻ ചെറുതായിരുന്നു. എനിക്കൊരു പാവക്കുട്ടീനെ കൊടുന്ന് തന്നതൊക്കെ കേട്ടോ. അങ്ങനെ പണ്ടൊരു പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു പാവക്കുട്ടിയെ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു പാവക്കുട്ടീനെയൊക്കെ കൊടുന്ന് തന്ന് എനിക്ക് എന്തോ ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരിക. സങ്കടം വരേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ പോട്ടെ. പിന്നെ എവിടെ ഇപ്പോൾ എത്തിയത് നമ്മൾ പറഞ്ഞങ്ങാണ്ട് ഏതായാലും ഫുഡൊക്കെ കഴിച്ചതാ. എല്ലാവരും ഇവിടെ സിറ്റൗട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സിറ്റൗട്ടിൽ നിരന്നിരിക്കുകയാണ്. സത്യം പറയാലോ, നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നൊരു ഫാമിലി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ലേ. അൽഹംദുലില്ലാ. പിന്നെ സമാധാനം, സന്തോഷം, നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ കേട്ടോ. അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് വിഷമം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അനിയും ഫിനിയൊക്കെ, അതായത് ചെറിയ ആങ്ങളൊക്കെ പോവും. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിക്കാരം. പിന്നെ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാവും വീണ്ടും എല്ലാവരും വരലും കൂടലൊക്കെ ഉണ്ടാവുക. ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമായി, സന്തോഷമായി. ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. കാണാത്തവരെല്ലാവരും കാണണം. ബെൽ ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം.